അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അൽ ജമാൽ അൽ കമാൽ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ ആദരിച്ചുകൊണ്ട് മഹബ്ബത്തിൻ്റെ ചെറിയൊരിടപെടൽ. ഇന്ന് നാം പറയുന്നത് ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു, മൂന്ന് സഹാബാക്കളുടെ ഒരു വെറൈറ്റി വിഷയമാണ്. മറ്റൊന്നുമല്ല, സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇത്തിബാഉ ചെയ്യുകയും ചെയ്ത മാതൃകാ പുരുഷന്മാരാണ്. ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അല്ലാഹു തആല അവർക്ക് തഖ്വ പരിശോധിക്കുകയും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തവരാണ് സഹാബാക്കൾ. അവരുടെ പദവിയും അവരുടെ പ്രാധാന്യവും അളവറ്റതാണ്. പക്ഷേ അത്രയും പ്രാധാന്യവും പവിത്രതയുമുള്ള ഈ മഹാന്മാരിൽ നിന്ന് ചെറിയ ഒരു ന്യൂനത വന്നാൽ അതിൻ്റെ പ്രതിഷേധവും അപാരമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ സംഭവം പരിശുദ്ധ ഖുർആൻ സാക്ഷിയാക്കിയ ഒരു വിഷയം ചെറുതായി അവതരിപ്പിക്കുകയാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ മകൻ അവതരിപ്പിക്കുകയാണ്, വാപ്പ കണ്ണ് കാണാതായപ്പോൾ ഞാനാണ് കൂടെ സഹായിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്ത് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധവും 50 ദിവസത്തോളം കരഞ്ഞ് സങ്കടപ്പെട്ട് കഴിഞ്ഞ കഥന വേദനകളും വാപ്പ എന്നോട് പങ്കുവെച്ചത് ഞാൻ നിങ്ങളോട് പറയാം. തബൂക്ക് യുദ്ധത്തിൽ പ്രതിസന്ധികളും ചൂടും ദൂരവും ഒക്കെ കൂടിയൊരു യാത്രയായിരുന്നു. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് സന്നദ്ധനായി സഹാബാക്കളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി. ശത്രുപക്ഷവും ഒരുപാട് ആളുണ്ട്, സഹാബാക്കളും ഒരുപാട് പേരുണ്ട്. അപ്പം ഞങ്ങൾ കരുതി ഇത്രയും വലിയൊരു സംഘം പോകുന്ന കൂട്ടത്തിൽ 2-3 പേര് പോകാതിരുന്നാൽ മുത്തുനബി അറിയില്ല, അത് അതിൻ്റെ ഇടയ്ക്ക് സോൾവ് ചെയ്തങ്ങ് പോകുമെന്ന് കരുതി. പക്ഷേ ഈ സംഘം തബൂക്കിലെത്തിയപ്പോൾ ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം മുത്തുനബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായിരുന്നു കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. തബൂക്കിലെത്തിയപ്പോൾ കഅബിനെ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ളവരോട് ചോദിച്ചു, മാ ഫഅല കഅബ് ബിൻ മാലിക്, കഅബ് ബിൻ മാലിക് എന്തു ചെയ്യുന്നു, എവിടെ അയാൾ എന്ന് ചോദിച്ചപ്പോൾ ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അവർക്കെന്തെങ്കിലും പ്രയാസവും അസ്വസ്ഥതയും പ്രതിസന്ധിയുമൊക്കെ ഉണ്ടായിരിക്കും നബിയെ. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇടപെട്ട് പറഞ്ഞു, അത് ശരിയല്ല, ആ പറഞ്ഞത് ശരിയല്ല, അവർക്ക് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ല, അവർ മനഃപൂർവ്വം വരാത്തതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ മനസ്സിൽ അതൊരു വിഷമമായി അങ്ങനെ നിന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോൾ അന്വേഷിച്ച വിവരം കഅബ് റളിയല്ലാഹു അൻഹുവിനോട് സുഹൃത്തുക്കൾ പറഞ്ഞു. മഹാനവർകൾ വലിയ ബേജാറിലായി. ഇനി എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, മുത്തുനബിൻ്റെ മുന്നിൽ കള്ളം പറയില്ല, കള്ളം പറയാൻ കഴിയുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ട് കള്ളം പറയാൻ കഴിയില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു ചെന്ന് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചുകൊണ്ടുള്ള ഒരു ചിരിച്ചു. അപ്പം തന്നെ വേദനയായി. എന്നിട്ട് ചോദിച്ചു, എന്തേ കഅബേ നീ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ കാന ലീ ഉദ്റുൻ, നബിയെ റബ്ബിനെ സത്യം, എനിക്ക് പ്രത്യേക പ്രതിബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ, ഇപ്പോൾ നീ പറഞ്ഞത് പരമയാഥാർത്ഥ്യമാണ്, പക്ഷേ ഫഖും, എൻ്റെ അടുക്കൽ നിന്ന് നീ മാറി നിൽക്കണം. ഹത്താ യഖ്ളി അല്ലാഹു ഫീക
ഇനി നിൻ്റെ കാര്യത്തിൽ ഖാലിഖായ റബ്ബ് തീരുമാനം പറയുന്നത് വരെ നീയും ഞാനുമായി ഇനി ബന്ധമില്ല, സമ്പർക്കമില്ല. ഇത് നിനക്ക് മാത്രമല്ല, നിങ്ങൾ 3 പേർക്കും ഇത് ബാധകമാണ്. സുബ്ഹാനല്ലാഹ്, 3 പേരും മല വന്ന് തലയിൽ വീണതിനേക്കാൾ വേദനയോടെ നിലവിളി തുടങ്ങി. എന്നിട്ട് കഅബ് തങ്ങൾ പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ ക്ഷമിച്ചു, പക്ഷേ എൻ്റെ കൂടെയുള്ള മറുവാനും എൻ്റെ കൂടെയുള്ള മുറാറത്ത് ബിന് റബീഉം ഹിലാൽ ബിന് ഉമയ്യത്തും 2 പേരും കരച്ചിലോടെ കരച്ചിൽ. ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, പുറത്തിറങ്ങുന്നില്ല. അവർ വലിയ സങ്കടത്തിലായി. ഞാനാണെങ്കിലോ കുറച്ചൊക്കെ ക്ഷമിക്കുകയും അല്പമൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. എനിക്കുണ്ടായ ഒരു കടുത്ത വേദന പറയട്ടെ. ഈ നിസ്സഹകരണം പ്രഖ്യാപിച്ച ശേഷം ഞാനൊരിക്കൽ പുറത്തിറങ്ങി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയായ എൻ്റെ കൊച്ചാപ്പയുടെ മകൻ, അദ്ദേഹത്തെ ഞാൻ കണ്ടു. അബൂ ഖത്താദ. ഖത്താദത്തിനെ ഞാൻ കണ്ട് സലാം പറഞ്ഞിട്ട് ഖത്താദത്ത് മടക്കുന്നില്ല. ഖത്താദത്തിനോട് ഞാൻ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല. എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തിനോട് ആവർത്തിച്ച് 3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും വിശേഷം അന്വേഷിച്ചിട്ടും അയാൾ ഒന്നും മിണ്ടുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാളാണെന്ന് നിനക്കറിയില്ലേ? അപ്പം മൂപ്പരുടെ മറുപടി, അള്ളാഹു റസൂലു അഅലം. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെ ഇവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ കണ്ണൊഴുകി കരഞ്ഞു. ഈ സങ്കടവുമായി ദിവസങ്ങളേറെ കഴിയുന്നു. അതിൻ്റെ ഇടയിൽ കാണാം, ഒസ്സാൻ രാജാവിൻ്റെ ഭാഗത്തു നിന്നൊരു ദൂതൻ രാജാവിൻ്റെ ഒരു കത്തുമായി അങ്ങാടിയിൽ, എവിടെ കഅബ് ബിൻ മാലിക്കാരാണ്, എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷിക്കുന്നു. അവസാനം അയാൾ എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ അടുത്ത് വന്നിട്ടൊരു കത്ത് തന്നു. കത്ത് വായിച്ചു നോക്കുമ്പോൾ രാജാവ് എഴുതിയിരിക്കണം, അമ്മാ ബഅദു ഫഇന്നഹു ഖദ് ബലഗന അന്ന സാഹിബക ഖദ് ജഫാക. കഅബേ, നിങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി നിങ്ങളെ അവഗണിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തതായിട്ട് അറിയുന്നു. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ നിങ്ങളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ദീനിലേക്ക് വരൂ. നിങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഞങ്ങൾ തരാം. മഹാനവറുകൾ കൽബിൽ പടച്ചു. ഇതും റബ്ബിൻ്റെ ഒരു പരീക്ഷണമായിരിക്കും. ഈമാൻ തന്നെ തെറ്റിപ്പോകുന്ന ഒരു പ്രതിഷേധം, ഇതും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരിക്കുമെന്ന് കരുതി ക്ഷമിച്ചു. ഏതായിരുന്നാലും ചുരുക്കി പറയട്ടെ, 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഇനി ഭാര്യയുമായി ഒരുവിധ ബന്ധവും പാടില്ല. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ചോദിച്ചു, നബിയെ തലാഖ് ചെല്ലട്ടോ അതോ നിസ്സഹകരണമാണോ ഉദ്ദേശിക്കുന്നത്? നബി തങ്ങൾ പറയും, തലാഖ് ചെല്ലണ്ട, പക്ഷേ അവരുമായി ഒരുവിധ സമ്പർക്കവും പാടില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ വീട്ടിൽ പോയിക്കോ, ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. പക്ഷേ ഹിലാലിൻ്റെ ഭാര്യ നബി തങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹിലാൽ ദുർബലനാണ്, ക്ഷീണിതനാണ്, ഒരു പരിചാരകരില്ലാതെ അദ്ദേഹത്തിന് താമസിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മറ്റ് സമ്പർക്കങ്ങളൊന്നും ഉണ്ടാകില്ല, അദ്ദേഹത്തിൻ്റെ ഖിദ്മത്ത് ചെയ്തു കൊടുത്തോട്ടെ. അങ്ങനെ ഹിലാലിൻ്റെ ഭാര്യയ്ക്ക് ഒന്നിച്ചു കഴിയാൻ, പ്രതിരോധത്തോടുകൂടെ ഒന്നിച്ചു കഴിയാൻ സമ്മതം കൊടുത്തു. അങ്ങനെ കഴിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. പിന്നെയും 10 ദിവസം കഴിഞ്ഞു. 50 ദിവസം കഴിയുമ്പോൾ ഒരശരീരി കേൾക്കുന്നു. ദൂരത്ത് നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, യാ കഅബ് ബിൻ മാലിക് അബ്ശിർ. കഅബ് ബിൻ മാലിക്കേ, സന്തോഷിക്കൂ, സന്തോഷിക്കൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നെന്തോ തീരുമാനം വന്നിരിക്കുന്നു. ഞാൻ ഫഖറർതു സാജിദ, സന്തോഷം കൊണ്ട് ഞാൻ സുജൂദിലായി വീണു. ഞാൻ റബ്ബിന് സുജൂദ് ചെയ്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ചതായിട്ട് ഓരോരുത്തർ വന്ന് ആവേശത്തോടെ പറയുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു. ഏതായിരുന്നാലും തൗബ സ്വീകരിച്ചല്ലോ, മുത്തുനബിയുടെ അരികിലേക്ക് എനിക്ക് പോകാം. അങ്ങനെ ഞാൻ എല്ലാ ധൈര്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ചെല്ലുന്നു. വഹൗലഹു അന്നാസ്, മുത്തുനബിയുടെ ചുറ്റുഭാഗത്തും സഹാബാക്കൾ നിറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് തൽഹത്ത് ബിൻ അബ്ദുല്ല വന്നിട്ട് എന്നെ മുസാഫഹത്ത് ചെയ്യുന്നു. പലരും വന്ന് മുസാഫഹത്ത് ചെയ്യുന്നു, സന്തോഷം പങ്കുവെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെന്നപ്പോൾ ആ മുഖം കണ്ടിട്ട് എത്ര നാളായി. വെട്ടിത്തിളങ്ങുന്ന
പ്രോജ്വലിക്കുന്ന ചന്ദ്രനെപ്പോലെ സന്തോഷം കൊണ്ട് തിളങ്ങുന്ന മുഖം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഹബീബാനുബിതങ്ങൾ പറഞ്ഞു, അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക. കഅബേ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും സന്തോഷമുള്ള സുദിനമാണ് ഇന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമിൻ എന്തിക്ക അമിൻ എന്തില്ലാഹി? നബിയെ, ഇത് തങ്ങളുടെ സ്വന്തമായ പ്രസ്താവനയാണോ, അതല്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയാണോ? ലാ മിൻ എന്തി റസൂൽ ലാ മിൻ എന്തില്ല, അല്ല, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള പ്രസ്താവനയാണെന്ന് പറഞ്ഞു. എന്തോ ഒരു സന്തോഷം. ഈ സന്തോഷത്തിൽ നബിയെ, ഞാൻ എനിക്കുള്ള സമ്പത്ത് മുഴുവൻ ഈ സന്തോഷത്തിന് പ്രതിഫലമായി ഞാൻ ദീനിന് സമർപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക്ക അലൈക ബഅള മാലിക. എല്ലാം നീ ധർമ്മം ചെയ്യണ്ട, കുറച്ച് നിൻ്റെ ആവശ്യത്തിന് വേണ്ടി നീ കയ്യിൽ വെച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ തആല അൻജാനി ബിസ്സിദ്ഖി. നബിയെ, ഞാൻ മനസ്സിലാക്കുന്നു മുത്തുനബിയുടെ മുന്നിൽ പച്ച പരമാർത്ഥം കളവ് പറയാതെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോഴെങ്കിലും അള്ളാഹു തൗബ സ്വീകരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വഇന്നി ലഅർജു അൻ യഹ്ഫളനി അല്ലാഹു തആല ഫീമാ ബഖിയ. എൻ്റെ ബാക്കിയുള്ള ശിഷ്ടജീവിതത്തിലും ഒരു കളവും ഒരു വിധേനയും പറയാതെ പടച്ചവൻ എന്നെ കാക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു അവതരിപ്പിച്ച ആയത്ത് ഇറക്കി കൊടുക്കുകയാണ്. ലഖദ് തബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ. ആ സൂറത്ത് തൗബയുടെ ആയത്ത് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫൂ ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹ്ബത്. മൂന്ന് പേരെയും പരാമർശിച്ചുകൊണ്ട് ആയത്തിറങ്ങി. വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫൂ ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹ്ബത്. ആ പ്രയാസവും ദുഃഖവും സങ്കടവും എല്ലാം സഹിച്ചുകൊണ്ട് ആ മൂന്ന് പേര് 50 ദിവസത്തോളം കഴിഞ്ഞു. അവർക്ക് അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിച്ചു, അവരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരോടൊപ്പം ചേർന്നുകൊള്ളുവീൻ, സഹകരിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുമോദിക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷമാണ് ഒരു സഹാബിയായി കിട്ടുന്നത്. അതുപോലെ ഒരുപാട് സൂക്ഷിക്കേണ്ടതുമാണ്. സഹാബിയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയ്ക്കോ അവിടത്തോടുള്ള സഹകരണത്തിനോ യാതൊരു കുറവും വരുത്താൻ പാടില്ല. അല്പം കുറവ് വരുത്തിയതിൻ്റെ പ്രതിസന്ധിയും പ്രതിഷേധവുമാണ് ഈ മൂന്ന് പേരും അനുഭവിച്ചത്. അതിന് അല്ലാഹു തആല അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. സർവാധിപതിയായ റബ്ബ് തആല തിരുതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വിധത്തിലും തഹല്ലുഫാകാൻ നമുക്കാർക്കും ഇടവരുത്താതെ അവിടുത്തെ പൂർണ്ണ പൊരുത്തവും സന്തോഷവും ലഭിച്ച് സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസൈക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.